ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവയിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയവൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം അവന് മുട്ടുവന്നു തുടങ്ങി. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേത്രമായ വസ്ത്രം ഇവനെ ധരിപ്പിപ്പി. അവൻ്റെ കയ്യിൽ മോതിരം അണിയിപ്പിച്ചു, അവൻ്റെ കാലിൽ ചെരുപ്പ് അണിയിപ്പിച്ചു. തടിച്ച ഒരു കാളക്കുട്ടി അറുത്തു. അപ്പൻ ഇപ്രകാരം പറഞ്ഞു, നാം ആനന്ദിക്ക, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ലോകപരമായ ഒരപ്പൻ്റെ സ്നേഹത്തിന് ഇത്രയൊക്കെ ആഴമുണ്ടെങ്കിൽ സ്വജീവൻ തന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിനോ? യേശുവെ, അങ്ങ് എന്നെക്കുറിച്ച് എങ്ങനെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നതും ഞാൻ ഇന്നായിരിക്കുന്നതുമായി ഒത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അടിയനെ അങ്ങയുടെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.